എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സലാലയിലെ അൽ മൊറോജ് മോളിലെ ചൈന ഹൗസ് ഇന്ന് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് പ്രമാണിച്ചിട്ട് നമ്മൾ ഏതൊരു ഐറ്റം പർച്ചേസ് ചെയ്താലും നമുക്ക് 350 പൈസയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. 3 ഫ്ലോറുള്ള ഈ ഒരു മോളിൽ നമ്മൾ ബേസ്മെന്റ് ഫ്ലോറിലാണ് നമ്മൾ ചൈന ഹൗസ് ഉള്ളത് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് റെന്റിന് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സ് ആണ്. വെറും 50 റിയാൽ മാത്രമാണ് റെന്റ് ഉള്ളത് കേട്ടോ. നമ്മളൊരു 6:45-7 മണി ടൈമിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ സലാലയിലെ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് ചൈന ഹൗസ്. ഇവിടെ ഏതെടുത്താലും ജസ്റ്റ് 200 പൈസ ടു 500 പൈസ. പിന്നെ ഇന്ന് ഓപ്പണിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് 350 പൈസ ടു എവറിത്തിങ്. ഇവിടെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. പിന്നെ കാണുന്നതൊക്കെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് കൂടിയാണ്. കിച്ചൺ ഐറ്റംസ് ആയിക്കോട്ടെ, ഹോം ഡെക്കർ, അതുപോലെ തന്നെ ബേബി പ്രൊഡക്ട്സ്, ഫാൻസി മേക്കപ്പ്, ഡ്രസ്സസ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. വന്നത് എന്തായാലും മുതലായി തന്നെ പറയാം. ഐറൂസ് പിന്നെ ടോയ്സിന്റെ സെക്ഷനിലാണെങ്കിൽ ഞാൻ പാത്രത്തിന്റെ സെക്ഷനിലായിരിക്കും. കാരണം അത്രയും ക്യൂട്ട് ആയിട്ടുള്ള സെറാമിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാനൊക്കെ പതിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നല്ല ക്യൂട്ട് ആൻഡ് ഭംഗിയായിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ളതുകൊണ്ട് ഇത് കഴിയട്ടെയെന്ന് വിചാരിച്ചു. പിന്നെ ഈ ക്രീംസ് ഒക്കെ എന്തിൻ്റെയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ചിലതിലൊക്കെ ഫുള്ള് ചൈനീസാണ് എഴുതിയിട്ടുള്ളത്. ചൈനീസ് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടാലൊന്നും മനസ്സിലാവില്ല. ചിലത് പിന്നെ നമ്മൾ ഊഹിച്ചെടുക്കാം. പിന്നെ നമ്മൾ അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചാലും മതിയായിരിക്കും. ഞാൻ പിന്നെ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടിട്ട് മനസ്സിലായവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഒരുപാട് ഹെയർ ക്ലിപ്സ്, അതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കേട്ടോ. ഞാൻ ഐറോസിനൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഓരോ ഐറ്റംസ് തന്നെ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പർച്ചേസ് ചെയ്യാൻ തന്നു. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ ക്ലിപ്സ് കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്രാബായിട്ട് അങ്ങനെ യൂസ് ചെയ്യും. ഇപ്പോഴാണ് പിന്നെ ചൈനീസ് ഡ്രാമാസൊക്കെ കണ്ടിട്ട് അവരെ പുരാതന കാലത്ത് അവരുടെ തലയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് അതെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്രാബ്സ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതിലേറെ ഇഷ്ടപ്പെട്ടത് നല്ല പേർപ്പിൾ കളറിലൊന്ന് കണ്ടു. ഇത് നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ സെറ്റ് നല്ല രസമുണ്ട് കേട്ടോ. ക്രോഷറ്റിലായിട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ജസ്റ്റ് ക്യൂട്ട് തിങ്സ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ അത്യാവശ്യം ഫാൻസി ഐറ്റംസ് കണ്ടില്ലേ. ഇനി എൻ്റെ ഫേവറേറ്റ് പ്ലേസിലോട്ട് പോവാം. നമ്മൾ പാത്രക്കട. സത്യം പറയാലോ, ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഈ പ്ലേറ്റ്സിനൊക്കെ നമുക്ക് ജസ്റ്റ് 350 പൈസയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എത്ര ലഡുവോ പൊട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ടാകും. ഞാൻ ഈ പറയുന്നത് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യുക ഈ ഒരു എസ്തെറ്റിക് വൈബ് പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്കായിരിക്കും. കാരണം നമ്മൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള തിങ്സ് തേടി നടക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ എന്തായാലും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും നഷ്ടം സംഭവിക്കില്ല. അതുപോലെ തന്നെ പോക്കറ്റ് കാലിയാവില്ല, എന്നാൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ വെറുതെ വളവലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾ തന്നെ എല്ലാതും കണ്ടു നോക്കട്ടാ. പിന്നെ ഈ ഒരു ക്ലാസ് സ്റ്റാൻഡിൻ്റെ ഉള്ളത്തെ പേപ്പർ ജസ്റ്റ് ഒരു പേപ്പർ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവിടെ വന്ന് വീഡിയോ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുറത്തൊട്ടിക്കുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്കത് എടുക്കാത്തതിൽ ഭയങ്കര ഖേദം തോന്നി. ഈ ഒരു സ്ട്രോ ടൈപ്പിൽ വരുന്നതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാകുന്നു കേട്ടോ. ഞാൻ കുറേ പരതിയിട്ടാണ് അവസാനം ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെടുക്കുമ്പോൾ അത് വേണം തോന്നും, അതെടുക്കുമ്പോൾ ഇത് വേണം തോന്നും. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അതേതാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നാട്ടിലാകുമ്പോൾ മീഷോയിൽ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണിത്. വാങ്ങണമെന്ന് കുറേ വിചാരിക്കണേ. ഞാനെടുത്തത് ഈ ഒരു മോഡലായിരുന്നു. ഇതിൻ്റെ പിങ്ക് വേണോ യെല്ലോ വേണോ എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ അവസാനം ഞാൻ യെല്ലോ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു.
കുറേയായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇതുപോലൊരു ഫ്ലവർ വേസ് വാങ്ങണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹം ഇന്ന് നടന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസിലാണെങ്കിലും കുറേ ക്യൂട്ട് തിങ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് കാണുമ്പോൾ ഇഷ്ടമാവും. പിന്നെ നോട്ട്ബുക്ക് ഞാൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ റൂൾഡ് പേജ് ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കളർ ചെയ്യാനുള്ള ബുക്സ് അങ്ങനത്തെ വേറെ ഓപ്ഷൻസും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഐറൂസിനൊക്കെ വാങ്ങിയിട്ടുള്ള ബ്രഷ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞത് കണ്ടപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കോൺ തീമിൽ വന്നിട്ടുള്ള സ്പ്രേ ബോട്ടിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. നിങ്ങൾ അങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഐറ്റം എന്തിനാണ് യൂസ് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായില്ല. സംഭവം ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ്, പക്ഷേ എന്തിനാണെന്ന് അധികം മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് സ്റ്റോറേജ് ബോക്സിലെ കളക്ഷൻസ് കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഇതുപോലത്തെ ബോക്സസ് ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ നമ്മൾ വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. നമുക്ക് കിച്ചണിലോ അല്ല ബാത്റൂമിലോ യൂസ് ചെയ്യാം. ഞാൻ ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മത്തങ്ങ പോലത്തെ ഐറ്റം കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു വല്ല കപ്സ് എന്തെങ്കിലും ആയിരിക്കുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മൾ സ്പൈസസും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റോറേജ് ബോക്സസ് ആണെന്ന് മനസ്സിലായത്. ഈ ഒരു ഐറ്റം കണ്ടിട്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനുള്ള തോന്നുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു കാക്ടസിൻ്റെ തീമിലുള്ള ഒരു സോപ്പും പൊട്ടിയാണത്. സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട്, അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞി കപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അത്രയില്ല, ചെറുതാണ്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു സെറാമിക് പ്ലേറ്റ് ഞാൻ തപ്പി നടന്നതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ വേഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കസാരയില്ല ഗൈസ്, ഫോൺ ഹോൾഡേഴ്സാണ്. എന്താണെന്നറിയില്ല, ഈ ഒരു പേസ്റ്റൽ കളേഴ്സ് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയിരുന്നു പോകും. ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. സംഭവം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെങ്കിലും കണ്ടാൽ പെട്ടെന്ന് നമുക്കത് റിയൽ ഫ്ലവേഴ്സ് ആയിട്ട് തോന്നും. അത്രയ്ക്ക് നല്ല ക്യൂട്ട് ആൻഡ് ഭംഗിയായിട്ടുള്ള വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബില്ലടിക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വന്ന ടൈമിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പോകാറായപ്പോൾ തന്നെ അത്യാവശ്യം തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.